ഗുഡ് മോർണിംഗ് കേരള. ഇന്ന് നവംബർ 7. വനിതാ ജയിൽ മാറ്റാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. സംസ്ഥാനത്തെ അട്ടക്കുളങ്ങര വനിതാ ജയിൽ പൂജപ്പുരയിലേക്ക് മാറ്റാനുള്ള സർക്കാർ നീക്കത്തെ ചോദ്യം ചെയ്ത് കേരള ഹൈക്കോടതിയിൽ ഹർജി. വനിതാ തടവുകാരുടെ സ്വകാര്യതയും സുരക്ഷയും സംബന്ധിച്ച് ആശങ്കകളുണ്ടെന്ന് ആക്ടിവിസ്റ്റുകളും NGOകളും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ വിശദമായ മറുപടി നൽകാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഹർജി നവംബർ 14 വീണ്ടും പരിഗണിക്കും. പൊതു ആശുപത്രികളിലെ പോരായ്മകൾ പരിഹരിക്കാൻ രൂപരേഖ വേണം ഹൈക്കോടതി. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി വ്യക്തമായ രൂപരേഖ സമർപ്പിക്കാൻ കേരള ഹൈക്കോടതി ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടു. പൊതു താൽപര്യ ഹർജി പരിഗണിച്ച കോടതി ജീവനക്കാരുടെയും ഉപകരണങ്ങളുടെയും കുറവും അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതയും പരിഹരിക്കണമെന്ന് നിർദ്ദേശിച്ചു. പല ജില്ലാ ആശുപത്രികളിലും രോഗികളുടെ സുരക്ഷാ വീഴ്ചകൾ ആവർത്തിക്കുന്നതായി കോടതി ചൂണ്ടിക്കാട്ടി. കാസർഗോഡ് സംഘർഷത്തിൽ മത്സ്യവ്യാപാരിക്ക് കുത്തേറ്റു. കാസർഗോഡ് സീതാംകോളിയിൽ തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ 36 വയസ്സുള്ള മത്സ്യവ്യാപാരിക്ക് ഗുരുതരമായി കുത്തേറ്റു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ അനിൽകുമാർ കുത്തിയ കത്തി കഴുത്തിൽ തറച്ച നിലയിലാണ് ആശുപത്രിയിൽ എത്തിയത്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം നിർബന്ധമാക്കി സർക്കാർ. സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ കർശനമായി ഹരിതചട്ടം പാലിക്കാൻ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ പൂർണ്ണമായി നിരോധിക്കാനും കുടുംബശ്രീ വഴി മാലിന്യം വേർതിരിച്ച് പുനരുപയോഗം ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. പ്രചാരണ വേളയിലും വോട്ടെടുപ്പ് ദിവസങ്ങളിലും കർശനമായ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിക്കണം. ഇത് ഉറപ്പാക്കാൻ നിരീക്ഷണ സ്ക്വാഡുകളും പരാതി പരിഹാര ഹോട്ട്ലൈനുകളും നിലവിൽ വരും. വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കേരള സഭയിലെ ആദ്യ സന്യാസിനിയും ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്കായുള്ള കർമ്മലീത്ത നിഷ്പാദുക 3-ാം സഭയുടെ സ്ഥാപകയുമായ മദർ ഏലീശയുടെ തിരുശേഷിപ്പ് സംരക്ഷിച്ചു. മദർ ഏലീശയുടെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി തിരുശേഷിപ്പുകൾ ശാസ്ത്രീയമായി സംരക്ഷിച്ചു. വത്തിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊച്ചിയിൽ വെച്ചാണ് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സംരക്ഷണ പ്രക്രിയ പൂർത്തിയാക്കിയത്. നവംബർ 8 വല്ലാർപാടം ബസിലിക്കയിൽ നടക്കുന്ന ആഘോഷമായ വിശുദ്ധ കുർബാന മധ്യേ മദർ ഏലീശയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും. ഇന്ത്യയുടെ സേവന മേഖലയുടെ വളർച്ച 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. ഇന്ത്യയുടെ സേവന മേഖലയുടെ വികാസം ഒക്ടോബറിൽ 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. കനത്ത മഴയും ദുർബലമായ അന്താരാഷ്ട്ര ഡിമാൻഡുകളുമാണ് ഈ വളർച്ച കുറയാൻ കാരണമായത്. HSBC S&P ഗ്ലോബൽ ഡാറ്റ അനുസരിച്ച് സേവന മേഖലയുടെ PMI അഥവാ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് 60.9 നിന്ന് 58.9 താഴ്ന്നു. ഇത് വളർച്ചയുടെ വേഗത കുറഞ്ഞെങ്കിലും സ്ഥിരത നിലനിർത്തുന്നതായി സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് സ്ലീപ്പർ പതിപ്പ് പരീക്ഷണ ഓട്ടത്തിൽ മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗത എന്ന റെക്കോർഡ് കൈവരിച്ചു. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൽ നടത്തിയ ഈ അതിവേഗ പരീക്ഷണ ഓട്ടത്തിൽ ട്രെയിനിന്റെ ബ്രേക്കിംഗ് സംവിധാനങ്ങളും സ്ഥിരതയും വിജയകരമായി പരീക്ഷിച്ചു. ഗതിശക്തി ദൗത്യത്തിന് കീഴിൽ ഈ സർവീസ് ഉടൻ തന്നെ ദീർഘദൂര റൂട്ടുകളിൽ ഓടിത്തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. വാർത്ത തുടരും. സൈനിങ് ഓഫ്.